ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഫസ്റ്റ് വ്ളോഗ് കുറേ ആൾക്കാർ ഇഷ്ടമായെന്ന് പറഞ്ഞ് കുറേ നല്ല കമൻസ് ഒക്കെ വന്നിരുന്നു. കുറേ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാ കമൻസും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞ് കുറേ സജഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഇന്ന് നമ്മളെ ഫസ്റ്റ് നോമ്പിൻ്റെ ചെറിയ കുക്കിങ്ങും ഇതിൻ്റെ കുറച്ച് നോമ്പ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. രാവിലെ നമുക്ക് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 1:30 ആയിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത്. വന്ന് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഉറങ്ങി. ഇപ്പോൾ എണീറ്റ് ഇപ്പോൾ ഒരു 3:30-4 മണി ആയിക്കണം. ഇപ്പോഴാണ് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കണം. പ്രത്യേകിച്ച് ആരുമില്ല ഇവിടെ, ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനിന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് സ്വന്തമായിട്ട് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ബാക്കി എല്ലാ ഫുഡും ഞാൻ ട്രൈ ചെയ്തിരിക്കണം. എല്ലാ ഫുഡും എനിക്ക് ഉണ്ടാക്കാനും വയ്ക്കും. ബട്ട് പത്തിരി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഉമ്മനോട് വിളിച്ച് ഉമ്മ എനിക്ക് കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ ജസ്റ്റ് നമ്മളൊന്ന് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഒരു ഫുൾ ചിക്കനാണ് വാങ്ങിച്ചിട്ടുള്ളത്. സാധാരണ ഞാൻ ബ്രസ്റ്റ് പീസും തൈ പീസും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിക്കൽ. പക്ഷേ ഇപ്രാവശ്യം എന്താക്കി, ഞാനൊരു ഫുൾ ചിക്കൻ വാങ്ങിച്ചു. കാരണം കുറേ ദിവസം യൂസ് ചെയ്യാനല്ലോ വിചാരിച്ചിട്ട്. നമുക്ക് ആദ്യം അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞ് ഈ ഒരു ചിക്കൻ നമുക്കൊരു കൂട്ടാക്കിയെടുക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ 1-2 സ്ഥലത്ത് ഇങ്ങനെ റോ ആയിട്ട് സംസാരിച്ചപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻ കൈൻഡ് ഓഫ് സംഭവങ്ങളോ അല്ലെങ്കിൽ അബ്രോഡ് MBBSനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ഒന്നും പറയാൻ അറിയുന്നില്ല. ബട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ഞാൻ അത് പറയാം. അതേപോലെ പിന്നെ അബ്രോഡ് MBBSനെ കുറിച്ചിട്ട് ചോദിച്ച് കുറേ ആൾക്കാർ പറഞ്ഞു അതിനെക്കുറിച്ച് സംസാരിക്കാൻ. ആക്ച്വലി അബ്രോഡ് MBBS നാട്ടിൽ ഫീസിന് ബുദ്ധിമുട്ടും എൻട്രൻസ് എഴുതിയിട്ട് കിട്ടാത്ത ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഞാൻ പേഴ്സണലി പറയാം, ഈ നീറ്റ് ഇല്ലാത്ത ആൾക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് +2 കഴിഞ്ഞേക്ക് ഡയറക്റ്റ് കയറി വരിക അങ്ങനത്തെ ആൾക്കാരൊക്കെ അഡ്മിഷൻസ് എടുത്തു കൊടുക്കുന്ന ഒരുപാട് ഏജൻസിക്കാരും കൺസൾട്ടൻസും ഒക്കെ ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ സ്കാമും ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. അങ്ങനെ കുറേ സ്കാം കിട്ടിയ എക്സ്പീരിയൻസും എനിക്ക് നന്നായിട്ട് അറിയാം മറ്റാരെക്കാളും അതിനെ കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഫീൽഡാണ് അബ്രോഡ് MBBS. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധിക്കുക, നല്ലോണം നോക്കിയിട്ട് അഡ്മിഷൻസ് എടുക്കുക. ഭയങ്കര ജെനുവൻ ആയിട്ടുള്ള ടീമാണോ, അവർക്ക് ഏതെങ്കിലും ഒരാൾ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന കൺട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, അവരിവിടെ ഉണ്ടോ എന്നൊക്കെ നല്ലോണം ചെക്ക് ചെയ്ത് ഇവിടെ എല്ലാ സ്റ്റുഡൻസിനായിട്ട് സംസാരിക്കാം. ഒരിക്കലും ഈ ഏജൻസിക്കാർ നമ്പർ തരുന്ന ആൾക്കാരെ വിളിച്ച് കോൺടാക്ട് ചെയ്യരുത്. കാരണം ഇവിടെ അങ്ങനെ വിളിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരെന്തായാലും ഇവിടുത്തെ യൂണിവേഴ്സിറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ആ കൺസൾട്ടൻസിനെ കുറിച്ചും നല്ലതേ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ അല്ലാണ്ട് നിങ്ങൾ പേഴ്സണലി അന്വേഷിക്കുക ഇവിടെ നിങ്ങൾക്ക് അറിയണ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഇപ്പോൾ നിലവിൽ ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റിയിലും അത്യാവശ്യം നല്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ്. കസാഖ്, ഉസ്ബെക്കിസ്ഥാനൊക്കെ ഭയങ്കര സേഫ് ആയിട്ടുള്ള കൺട്രീസുമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കൺട്രീസ് ചൂസ് ചെയ്യുക. ജോർജിയൊക്കെ അതേപോലെ അടിപൊളി കൺട്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കൺട്രീസ് യൂസ് ചെയ്യുക. വേറെ പല കൺട്രീസിലും സ്കാം ഉണ്ട്. ഈ സ്കാം ഉണ്ട് എന്ന് പറയപ്പെടുന്ന പല കൺട്രീസിൽ തന്നെ സേഫായിട്ട് പഠിക്കാനും പറ്റും. അപ്പോൾ അതൊക്കെ നല്ല നോക്കിയിട്ട് നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കി ചിക്കൻ വേണ്ടിയിട്ട് കാണാം. അപ്പം ഞാൻ ചിക്കൻ കറിക്കുള്ള പോലെയും വെട്ടിക്കണേ. പിന്നെ ഞാൻ സമൂസ ഉണ്ടാക്കണം വിചാരിച്ചിട്ട് കുറച്ച് ബോൺലെസ് പീസും എടുത്തിക്കണം. പൊരിച്ചിട്ട് ചിക്കൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണം. ഈ സമൂസക്കുള്ള ചിക്കനല്ലേ, ബോൺലെസ് ചിക്കൻ, അത് ഞാൻ കുറച്ച് ഉപ്പും ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വിചാരിക്കണം. പൊരിക്കാനുള്ള സമയം ഉണ്ടാവും എനിക്ക് തോന്നില്ല. ഇപ്പം തന്നെ ഏകദേശം നല്ല ടൈം ആയിരിക്കും. അപ്പോൾ അതിക്ക് ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും പെപ്പർ പൊടി ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കാൻ പോവാണ്. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഉള്ളിയും തക്കാളിയും അത് കുഞ്ഞു പൊട്ടാറ്റോ എടുത്താണ്. അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. മുളകിൻ്റെ വലിപ്പം കാണിച്ചു തന്നെങ്കിൽ വലിയ മുളക്, പക്ഷെ വലിയ എരിയൊന്നുമില്ല കേട്ടോ. നമ്മൾ എണ്ണ ചൂടായിട്ട് അതിക്ക് നമുക്ക് വലിയ ഉള്ളി ഇട്ടെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം.
പെട്ടെന്ന് ഉണ്ടാക്കുന്ന കുക്കറിലുള്ള ചിക്കൻ കറി കേട്ടോ. കാരണം എനിക്കിനി പത്തിരി ഉണ്ടാക്കണം ഞാൻ വിചാരിക്കുന്നുണ്ട്. നടക്കും എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് അതിന് പകരം വേറെ എന്തെങ്കിലും ആക്കും. നെയ്ച്ചോറോ സംതിങ് അങ്ങനെ എന്തെങ്കിലും ആക്കും. ഫുഡ് ഉണ്ടാക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര സ്ട്രെസ്സായി കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡിസ്റ്റർബ് ആയാലും വിഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുക കുക്കിങ്ങാണ്. അങ്ങനെ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി നോക്കിയിരിക്കണം. അപ്പോൾ ആ കാര്യത്തിൽ വലിയ സീനൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് അബ്രോഡ് വന്നതിന് ശേഷം ഒരുവിധം എല്ലാ ആൾക്കാർക്കും വന്ന ബിഗ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കുക്കിങ് തന്നെയായിരിക്കും. പെട്ടെന്ന് ഇന്ന് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. മറന്നുപോയി ഓണാക്കാൻ. ഞാനിതിക്ക് കുറച്ച് പൊട്ടറ്റോയും തക്കാളി പച്ചമുളക് ഇട്ടു. ഇനി നമുക്ക് മസാലകളൊക്കെ ഇട്ടിട്ട് ഇതിക്ക് ചിക്കനും കൂടെ ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് 2 വിസിൽ. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് മല്ലിപ്പൊടി കേട്ടോ. പിന്നെ കുറച്ച് സാദാ മുളക് പൊടി, ചിക്കൻ മസാല, ഇതിപ്പോൾ വീട്ടിൽ നിന്ന് കൊടുത്തു വെച്ച പുതിയ കാശ്മീരി ചില്ലി പൗഡറാണ്. പൊട്ടിച്ചില്ല, നമ്മളിപ്പോൾ ഇന്നാണ് ഫസ്റ്റ് പൊട്ടിക്കണം. നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഈ കറി ഭയങ്കര സിമ്പിളാണ്, പക്ഷെ അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ്. ഇനി ഇത് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ സെറ്റാണ്. അപ്പോൾ അത് ചപ്പാത്തിക്കും നെയ്ച്ചോർക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കറി. സമയം നല്ല അതിക്രമിച്ചിരിക്കുന്നു. 5 മണി കഴിഞ്ഞു. 6:10 എന്താണ് ബാങ്ക്. എനിക്ക് അതിൻ്റെ മുമ്പ് പത്തിരിയും കൂടി ഉണ്ടാക്കണം എന്നുള്ളൊരു പ്രോസസ്സ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ട് എനിക്ക്. കഴിയുമല്ലേന്ന് അറിയാത്തതുകൊണ്ട് ഒരു സമാധാനമില്ല. കുറച്ച് നേരത്തെ നിൽക്കണമായിരുന്നു ഞാൻ പണിയിൽ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നുകൂടെ ഇളക്കി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് കടച്ച് വെച്ച് 2 വിസിലടിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട്, ഇതിൽ ചിലതുമല്ലൊക്കെ സ്കിന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് സ്കിന്ന് ഇഷ്ടമാണ്. ഞാൻ ആദ്യമൊക്കെ സ്കിന്ന് പൊരിച്ചൊക്കെ കഴിക്കുമായിരുന്നു, അപ്പോൾ നിർത്തിയതാണ്. അതുകൊണ്ട് ചില ചിക്കൻ സ്കിന്നുണ്ട്. നമുക്കിനി സമൂസക്കുള്ള പരിപാടികൾ നോക്കാം. അപ്പം സമൂസക്കുള്ള ഓൾറെഡി ചിക്കനാണ് വെന്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പാൻ വെച്ചിട്ട് ഇതിൻ്റെ മസാല ഉണ്ടാക്കാം. അപ്പോൾ സമൂസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി കുനുകുന അരിഞ്ഞതിനെ ചെറുതാക്കിയിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് അതിക്ക് ഈ ഉള്ളി അരിഞ്ഞതിട്ട് ചിക്കൻ അപ്പുറത്ത് ഏകദേശം വെന്തിക്കണേ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുനുകുനാക്കി കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇതിടാം. നിങ്ങൾക്ക് 2-3 സമൂസ മതിയല്ലോ, ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ ലക്ഷ്മിക്കൊന്നും കഴിക്കാൻ. അപ്പോൾ കുറച്ചുണ്ടാക്കിയാൽ മതി, എന്നാൽ തന്നെ ഇത് കൂടുമെന്നാണ് എനിക്ക് തോന്നണേ. കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. സത്യം പറഞ്ഞാലേ എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഫുഡ് ഉണ്ടാക്കലും എല്ലാം കൂടെ ഒരു ക്യാമറ എടുക്കുക ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആയിരിക്കും. ലക്ഷ്മി ഇവിടെ അല്ലോ, ക്ലാസ്സിന് ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട്
ഇവിടെ പുറത്തു കൂടി ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ കണ്ട് നോക്കി ഇതാക്കിയിട്ടൊക്കെയാണ് ഞാൻ അവിടെ കുക്ക് ചെയ്യണത്. 5:30 ആയിക്കണ സമയം. ഇനി എനിക്കത് പൊരിക്കണം, പത്തിരി ചൂടണം, അതൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ചോറ് ഉണ്ടാക്കി കഴിക്കും, അതാവും ലാസ്റ്റ് ഉണ്ടാവുമ്പോൾ. നമുക്ക് ഇനി അടുത്തത് പത്തിരി ഉണ്ടാക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഒരടുപ്പത്ത് ഞാൻ ചിക്കൻ കറി വെച്ചാണ്. പിന്നെ പത്തിരി ഈ ഒരു കപ്പിന് 1 കപ്പ് പൊടി എടുക്കണം. അപ്പോൾ ഇതിന് എന്ന് പറഞ്ഞത് 1.5 കപ്പ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നര കപ്പ് വെള്ളം എടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഞാൻ കെറ്റിലിൽ ചൂടാക്കാനും വെക്കണ്ടേ. എങ്ങാനും വെള്ളം നമുക്ക് മതിയായില്ലെങ്കിൽ അപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. ഞാൻ കുറച്ച് വെള്ളം കെറ്റിലിൽ വെച്ചിങ്ങനെ. നമുക്ക് വെള്ളത്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആ ടൈമിൽ തന്നെ നമുക്ക് എന്താക്കണം, ഇത് മതാക്കണം. അയ്യോ, ഞാനൊരു മൾട്ടി ടാലൻറ്റഡ് ഗേളായിപ്പോയി. ഈ ഒരു വെള്ളം തിളക്കുമ്പോൾ ഇതിക്ക് പൊടിയിടണം. നമുക്ക് ഈ കപ്പിന് 1 കപ്പ് പൊടി എടുക്കാം. ഉമ്മച്ചി നാട്ടിൽ നിന്ന് കൊടുത്തയച്ചത് കേട്ടോ, ഞാൻ ഇപ്പോഴാണ് പൊട്ടിക്കണതൊക്കെ. എനിക്ക് ഈ നാട്ടിൽ നിന്ന് സാധനം കൊടുന്നാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇത് പൊട്ടിക്കലാണ്. എന്തൊരു ടാസ്ക് ആണെന്നറിയോ? അച്ചാറിൻ്റെ പാക്കറ്റൊക്കെ എന്നിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്തു എനിക്ക് പോലും അറിയില്ല. അത്രയും സമയം എടുത്തിക്കണം. ഇത് വീട്ടിൽ തന്നെ നമ്മൾ പച്ചരി വാങ്ങിച്ചിട്ട് ഉണക്കി പൊടിക്കുന്നതാണ്. നോമ്പൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലുള്ള മെയിൻ പരിപാടി ഏതാ? സാധനങ്ങൾ വാങ്ങി ഉണക്കി പൊടിച്ച് സെറ്റാക്കുള്ളൂ. അതേപോലെ സെറ്റാക്കിയത് മിച്ച് കൊടുത്തയച്ചതാണ്. നമുക്ക് ഇതിൽ നിന്ന് വെള്ളമൊന്നുമില്ല, ആദ്യം കുറച്ചെടുക്കാം ഗ്ലാസ്സിന്. കാരണം ഞാൻ വേറെ പാത്രത്തിനകത്തോടെ തന്നെ എടുക്കാൻ പോകും. ഇനി നമുക്ക് 1 കപ്പ് പൊടി എടുക്കാം. ഫസ്റ്റ് ടൈം പത്തിരി ഉണ്ടാക്കാണ്. ഫ്ലോപ്പ് ആവോ സക്സസ് ആവോ ഒന്നും എനിക്കറിയില്ല. സക്സസ് ആയാൽ നമ്മൾ തുടർന്നും പത്തിരി ഉണ്ടാക്കും, ഇല്ലെങ്കിൽ നമ്മൾ കലക്കി ചുട്ടപ്പം ചൂടും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. മറ്റേ നീർദോശല്ലേ, അതുണ്ടാക്കാനാകുമ്പോൾ പിന്നെ പണിയില്ലല്ലോ. നമുക്ക് പൊടി കെട്ടിക്കണേ. വെള്ളം കൂടു കുറയാന്നുള്ളത് പഠിച്ചോന്ന് മാത്രമേ. വെള്ളമൊക്കെ കറക്റ്റാ. കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം.
കുറച്ച് വെള്ളം കൂടിയോ എന്നൊരു സംശയം. ഒന്നാമത് ഈ ടേബിൾ ടോപ്പിൽ കുറച്ച് വെള്ളമുണ്ട്, തുടച്ചിട്ട് ഫുള്ള് പോയില്ല. നമ്മൾ പത്തിരി ഫ്ലോപ്പായോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. നമ്മളെ ഫസ്റ്റ് ടൈം പത്തിരി എന്താവും നമുക്ക് നോക്കാം. കാരണം അത് കുറച്ച് വെള്ളം കൂടിയ പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. നമുക്കിത് പരത്തി വെക്കുമ്പോൾ എന്താവും എന്നുള്ളത്. നമ്മളെ പത്തിരിൻ്റെ ബോൾസ് ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ നന്നായിക്കണേ. നമുക്ക് ചുട്ടൊക്കെ എന്താ അവസ്ഥ എന്നുള്ളത്. പ്രസ്സൊന്നുമില്ല, അപ്പോൾ പരത്തി ചുടാനാണ്. അല്ലെങ്കിൽ 2 ഷീറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് നോക്കാം. വീട്ടിൽ ഉമ്മയും ഞാനും അനിയന്മാരും മാത്രമായതുകൊണ്ട് ഈ എണ്ണക്കടി ഉണ്ടാക്കൽ പരിപാടിയും സമൂസ ചിറ്റലൊക്കെ എനിക്കായിരുന്നു പണ്ടേ പരിപാടി. അതുകൊണ്ട് എനിക്ക് ചിറ്റാൻ അറിയാം. പിന്നെ ഒരു 5 സമൂസ അല്ലെങ്കിൽ 4 സമൂസൊക്കെ മതിയാവും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് ഉണ്ടാക്കിയത് കുറച്ച് തോനുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് മെയിൻലി സാധനം കൊടുത്തയക്കാൻ പറഞ്ഞത് തന്നെ സമൂസ ഷീറ്റിന് വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ ഇത് കിട്ടൂല. എനിക്ക് നോമ്പിന് സമൂസ നിർബന്ധമാണ്. പിന്നെ എണ്ണക്കടി എനിക്ക് 2 എണ്ണമൊക്കെ വേണം ആക്ച്വലി നോമ്പ് തുറക്കുമ്പോൾ. തിന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് ടേബിളിൽ 2 എണ്ണം കാണേണ്ടി വരും. പിന്നെ അമ്മ ഇക്കുറി കൊടുത്തത് സമൂസ ഷീറ്റ് നല്ല ഷീറ്റാണ്, പൊട്ടണമൊന്നുമില്ല. അതായത് ബ്രാൻഡ് അതായത് റഫി അങ്ങനെ എന്തോണ് ബ്രാൻഡിന് വരും. നല്ല ഷീറ്റ്. സാധാരണ ഷീറ്റ് വാങ്ങുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടലുണ്ട്, ഇതിങ്ങനെ പൊട്ടണമൊന്നുമില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാൻ ആയതുകൊണ്ട് നമുക്ക് ഫില്ലിങ്സ് ഒക്കെ കുറേ ഇടാം. ഓൾറെഡി ഇപ്പോൾ 4 എണ്ണം ഉണ്ടാക്കി, ഞാൻ 4 എണ്ണം വിചാരിച്ചോളൂ. കുറച്ച് മസാല മാറ്റി വെക്കണതോ ഇത് ആക്കിയിട്ട് മാറ്റി വെക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വീട്ടിലൊക്കെ എങ്ങനെ ഉണ്ടോ? കറക്റ്റ് ഒരാൾക്ക് 2 എണ്ണം വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടാക്കുള്ളൂ നോമ്പിന്. കാരണം ആൾക്കാരും ഇല്ല, ഉണ്ടാക്കിയാൽ ബാക്കിയായി കഴിഞ്ഞാൽ കൊടുക്കാനും കഴിയൂല. പിന്നെ ഈ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുള്ളൂ. ഞങ്ങളൊരു പിന്നെ ഈ സാധനം കഴിക്കൊന്നുമില്ല വീട്ടിൽ. അതുകൊണ്ട് എപ്പോഴും ഒരാൾക്ക് 2 എണ്ണം വെച്ചിട്ട്, ഇനി 2 കടി ഉണ്ടെങ്കിൽ ഓരോ കടി ഓരോന്നൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുള്ളൂ, അല്ലെങ്കിൽ മറ്റേ സാധനം വേസ്റ്റ് ആവുമല്ലോ. നമ്മുടെ പത്തിരി വലിയ സീനൊന്നും ഇല്ലാതെ ഉണ്ട കഴിക്കണേ. നിങ്ങൾക്ക് പരത്തി വെക്കണം, അത് എന്താവും അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ മറ്റേ സാധനം ചോദിച്ചിരുന്നു, റംസാൻ പ്ലാനറിനെ പറ്റി ചോദിച്ചിരുന്നു. അത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഫോട്ടോസ് എടുത്തിട്ട് പോയി പ്രിന്റ് എടുത്തതാണ്. പിന്നെ കഴിയുന്നില്ലല്ലോ, മസാല എടുത്ത് വെച്ചാൽ ചിലപ്പോൾ അത് അവിടെ ഇങ്ങനെ കിടക്കും. പിന്നെ ഞാൻ ഉണ്ടാക്കലുണ്ടാവില്ല. നമ്മൾ ഉണ്ടാക്കിയിട്ട് പൊരിക്കാണ്ട് വെച്ചാലും കുഴപ്പമില്ലല്ലോ, നാളെ നമുക്ക് പൊരിക്കാം. ഞാൻ ആക്ച്വലി മറ്റേ മീൽ പ്രിപ്പൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ. റംസാൻ എന്തൊക്കെ ഉണ്ടാക്കണം അത് ആദ്യം ഉണ്ടാക്കി വെക്കണം. പക്ഷേ ഈ ജിംഷാവ് വരെയൊക്കെ അന്ന ട്രിപ്പും അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് കുറച്ച് നോട്ട്സ് എഴുതാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇതിനൊന്നും സമയം കിട്ടിയില്ല. ഇന്നാണെങ്കിൽ ഉച്ച വരെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്ന് നല്ല കുഴങ്ങി. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. പിന്നെ എണീക്കാൻ ലേറ്റായി.
അവർ വിചാരിക്കും ഈ ഒരാൾക്ക് തിന്ന എന്തിനാ ഇത്രയും സമൂസ ഉണ്ടാക്കണേ, കരിക്കലും കൊടുക്കാലോ. ലക്ഷ്മി ഉണ്ട്, ഞാനും ലക്ഷ്മിയും കഴിക്കും. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ അടുത്ത്. നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെന്റ് തൊട്ടടുത്ത് തന്നെ കുറേ ഫ്രണ്ട്സിന്റെ വീടുണ്ട്, ബോയ്സിന്റെ ഒക്കെ വീടുണ്ട്. ഓരോന്ന് എന്തായാലും കാര്യമായിട്ട് ഫസ്റ്റ് നോമ്പായതോടെ എല്ലാവരും ഉണ്ടാക്കണ്ടാവും, ഉണ്ടാക്കൂല അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ ചെയ്യില്ല. ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ ബാക്കി വന്നാൽ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും, ഒരു ഫ്രണ്ട്സിനായിട്ട് വിളിക്കും. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് സ്നേഹ, ഓളോട് ഞാൻ വരാൻ പറഞ്ഞിന് വൈകുന്നേരം, കുറച്ച് ദിവസം ഓളെ കണ്ടിട്ട് ഓള് വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഇതൊക്കെ കേട്ടോ, ഓളും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റാ. അപ്പം നമ്മളെ സമൂസ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ഇനി സമൂസ പൊരിച്ചെടുക്കാം, എന്നിട്ട് വേണം എനിക്ക് സമൂസ എടുക്കുള്ളൂ. ഓ കറക്റ്റാ. പിന്നെ ഇത് തോനെ വേവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഉള്ളിലെ മസാല ഓൾറെഡി വെന്തതാ. പുറത്തത്തെ സാധനം ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞിട്ടാൽ പോരെ. കഴിഞ്ഞിട്ട് വേണം എനിക്ക് പത്തിരി പരത്തി ചൂടാൻ. അത് എന്താണെന്നുള്ളത് പഠിച്ചോനറിയാം. കറക്റ്റ് പാത്രമാണിത്, ഇതിലാകുമ്പോൾ ഒരു സമൂസ കറക്റ്റ് കൊള്ളും. എനിക്കിങ്ങനെ ഗ്യാപ്പ് വരുമ്പോൾ എന്താ സംസാരിക്കേണ്ടത് ആക്ച്വലി അറിയില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ നല്ല സംസാരിക്കും. പിന്നെ ഇതേപോലെ എണ്ണ ഇട്ടിട്ട് ഒരു പ്രാവശ്യം കയ്യിലായതാണത്. ഞാൻ ആദ്യമായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയ അടയാളത് അതേപോലത്തെ ഇടനാണ് പെട്ടത്, ഇപ്പോൾ കാൽമക്കൊക്കെ തെറിച്ച്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് നിന്ന് കുക്കർ പൊട്ടിത്തെറിച്ച് മുടിയൊക്കെ കരിഞ്ഞ്, അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. അല്ല കുക്കറിൽ കറി റെഡി ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സമൂസ പൊരിച്ച് കഴിഞ്ഞിട്ട് അത് നോക്കാം. യെസ്, നമ്മുടെ പത്തിരി സെറ്റ് ഗൈസ്. ഇത് പരത്തണോ? അപ്പം നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ വ്ളോഗ് എടുക്കൽ നിർത്തി. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാത്തിനും കൂടി സമയം തികയേണ്ടായിരുന്നില്ല. അതായത് വീഡിയോ എടുക്കലും ചൂടലും എല്ലാം കൂടെ ആയിട്ട് ഒട്ടും ടൈം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കൽ നിർത്തി. പെട്ടെന്ന് ചെറപറോനെ പത്തിരി ചുട്ട്, പിന്നെ ജ്യൂസ് ഞാൻ നോമ്പ് ബാങ്ക് കൊടുത്തപ്പം ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പയോ ഡേറ്റ്സ് ചുട്ട് ഈ ജ്യൂസ് അടിച്ച്, പിന്നെ ഫ്രൂട്ട്സ് ഞാൻ കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്ത് വെച്ച്. അയ്യോ, അപ്പോൾ അങ്ങനെ ഫസ്റ്റത്തെ നോമ്പ് റാഹത്തായിട്ട് തുറന്ന്. ഇപ്പോൾ കഴിഞ്ഞ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പത്തിരി കഴിക്കാൻ വേണ്ടി വന്നതാണ്. പത്തിരി ഞാൻ പകുതി വെച്ച് ചുടൽ നിർത്തിയിട്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പോൾ ബാക്കിയാണ് ചുടുക ചെയ്തു. കുറേ ഒന്നും ഉണ്ടായില്ല, ഒരു 10-20 ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പക്ഷെ അതും എനിക്ക് ചുട്ടിട്ട് അങ്ങോട്ട് തീരുണ്ടായിരുന്നില്ല, എന്താണെന്നറിയില്ല. പിന്നെ എൻ്റെ അമ്മച്ചിക്കും അങ്ങനെ കേട്ടോ, പത്തിരി പണി ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ അമ്മ എപ്പോഴും പറയും ഞാൻ വേറെ എന്തുണ്ടാക്കിയാലും പത്തിരി ഉണ്ടാക്കുമല്ലോ. കാരണം ഞങ്ങൾ വീട്ടിലാരും അങ്ങനെ കഴിക്കാറില്ല, ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. ഞങ്ങൾക്ക് റൈസ് ഐറ്റംസ് എപ്പോഴും ഇഷ്ടം.
ഞാനും എൻ്റെ അനിയന്മാരൊക്കെ അങ്ങനെ. ഞങ്ങൾക്ക് മന്തി റൈസ്, കപ്സ റൈസ്, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, അതിനെ റൈസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ണം മാറ്റുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടം. പിന്നെ പിശാ ബാങ്ക് കൊടുത്തിക്കണേ, ഇനി തറാവി കൊണ്ട് നിസ്കരിക്കാറുണ്ട്. പിന്നെ ഞാൻ മറ്റേ റമദാൻ പ്ലാനറിൽ 1-2 കാര്യം എഴുതിയപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു. ഇനി ബാക്കി കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. ഇന്നത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്ക് നമ്മളെ പത്തിരി എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഞാൻ ഇതിൽ വീഡിയോ പറഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന്. നല്ല പത്തിരി അടിപൊളി സ്ട്രക്ചറൊന്നും അല്ല കേട്ടോ. സ്ട്രക്ചർ വൈസ് നല്ല മാറ്റമൊക്കെ ഉണ്ട്. കുറച്ച് പൊട്ടും പൊടിയൊക്കെ ചെയ്തു വേണം. പിന്നെ ഞാൻ എങ്ങനെ പരത്തി വെച്ചാൽ 2 പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ പത്തിരി വെച്ചിട്ടാണ് പരത്തി. അപ്പോൾ അതുകൊണ്ട് ചിലത് കട്ടിയുണ്ട്, ചിലത് കട്ടിയില്ല, ചിലത് സ്ട്രക്ചർ ആയിക്കണം, ചിലത് സ്ട്രക്ചർ ആയിട്ടില്ല, അങ്ങനെയൊക്കെയാണ്. ഇത് നമ്മളെ ചിക്കൻ കറി. ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഗൈസ്, നമുക്ക് റമദാൻ പ്ലാനിൽ കുറച്ച് കാര്യങ്ങളും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ഓതിയ സൂറത്തിൻ്റെ ഖുറാൻ ട്രാക്കർ പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇതിലുണ്ട്. കണ്ടോ? ഈ ഖുറാൻ ട്രാക്കറിൽ നമ്മൾ ഏതൊക്കെ സൂറത്ത് ഓതി എന്നുള്ളത് നമുക്ക് ഇതിൽ ടിക്ക് ചെയ്തിടാം. പിന്നെ വാട്ടർ ഇൻടേക്ക് നല്ല കുറവാണ്. ഞാനിന്നൊരു 3 ഗ്ലാസ് വെള്ളം കുടിച്ചിരുന്നു. കുറേ വെള്ളമൊന്നും കുടിച്ചില്ല. പിന്നെ ഓതിയ സൂറത്ത് കാര്യങ്ങളൊക്കെ ഇതിൽ അടയാളപ്പെടുത്താനുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഇതിൽ ആഡ് ചെയ്ത് വെച്ചിരുന്നു. ഞാൻ എന്താന്ന് ഫുഡ് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ. പിന്നെ അത്താഴത്തിന് അന്നലെ കഴിച്ചത് ഞാൻ റൈസും കഴിച്ച്, പിന്നെ ആസ് യൂഷ്വൽ ചിക്കൻ. പിന്നെ ഇന്നിപ്പോൾ എന്താ ചെയ്താലേ, ഇന്ന് നമുക്ക് ഇന്നത്തെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ പീസ് ഡേ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ലൈക്ക് എല്ലാ പ്രാവശ്യവും ഫസ്റ്റത്തെ നോമ്പ് എനിക്ക് അത്യാവശ്യം ടയർഡ്നെസ്സും ക്ഷീണമൊക്കെ ഉണ്ടാവാറുണ്ട്. ഫസ്റ്റത്തെ നല്ല, എനിക്ക് ആദ്യത്തെ ഒരു 3-4 ദിവസം ഭയങ്കര ക്ഷീണക്കാരം നോമ്പ് നോക്കുമ്പോൾ. ഓൾറെഡി ഞാൻ അണ്ടർ വെയിറ്റ് ആണ്. പിന്നെ അതുമല്ല, ഞാൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അങ്ങനത്തെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു, ബട്ട് എന്നാലും ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്നിട്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ റമദാൻ പ്ലാനറിൽ എഴുതി വെച്ചു. ഇനി കിടന്നുറങ്ങണം. രാവിലെ 8:30 പോകാനുള്ളതാണ്. അപ്പോൾ അത്താഴത്തിന് എണീക്കണം. പിന്നെ ഇവിടെ രാവിലെ ഒരു 6:15-നൊക്കെയാണ് ബാങ്ക് വരുന്നത്. 6 മണി 6:15 ആ ടൈമിലാണ് വരുന്നത്. മഗ്‌രിബ് അതേ സമയത്ത് തന്നെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ ക്ഷീണമല്ല. അപ്പോൾ ഗൈസ്, നമ്മളെ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു നോമ്പ് തുറ വിശേഷം, ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെയാണ് വ്ളോഗിലുള്ളത്. പിന്നെ ഇന്ന് വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു ഇവിടെ. പിന്നെ നിന്നതോടുകൂടി ഒഫീഷ്യലി പത്തിരി ഉണ്ടാക്കൽ നിർത്തി. കാരണം പത്തിരി ഉണ്ടാക്കാൻ നിന്നിട്ട് എൻ്റെ കുറേ കാര്യങ്ങൾ മുടങ്ങി. കാരണം ഞാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് പോലും ഞാൻ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് ഒരു നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പെങ്കിലും എല്ലാ പണിയും കഴിഞ്ഞിരിക്കണം. കാരണം എൻ്റെ ഉമ്മക്ക് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഒഫീഷ്യലി ഇനി മുതൽ പത്തിരി ഉണ്ടാക്കാൻ ചാൻസ് കുറവാണ്. കാരണം നല്ല പണി. അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കണം, രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ക്ലാസ് ഇല്ലാത്ത ദിവസമോ അല്ലെങ്കിൽ ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയാം. അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച്.